ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ അത് ഒരു തരത്തിലും കുറയാതെ അയവ് വരാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ആളുകളുടെ മനുഷ്യ ജീവനുകൾക്ക് നാശം വിതയ്ക്കുന്നതും അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും അവരുടെ സ്വൈര ജീവിതങ്ങൾ നശിപ്പിക്കുന്നതുമായിട്ടുള്ള വാർത്തകളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വരുന്നത് പാലക്കാട് വാളയാറിൽ കാട്ടയാന ആക്രമണം എന്നുള്ളതാണ്. കൃഷിസ്ഥലത്തിറങ്ങിയ വ്യക്തിയെ കാട്ടാന ചവിട്ടി. ഈ ആക്രമണത്തിൽ വാളയാർ സ്വദേശി വിജയന് പരിക്കേറ്റു. കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിജയനെ കാട്ടാന ആക്രമിച്ചത്. രാത്രിയായി ശല്യങ്ങളായിട്ട് വന്നിട്ട് നമ്മൾ ആട്ടി വിട്ട സമയത്ത് പോയിട്ട് വെട്ടാൻ വന്നിട്ട് നമ്മളെ ആക്രമിച്ച അടിയനാണ്. പുലർച്ചെ 4 മണി 3:30 സമയത്താണ് 2-3 തവണ വന്നത്. ലൈറ്റ് ഫുള്ളായിട്ട് 2-3 തവണ വന്നതാണ്. നമ്മൾ മുറുക്കി വിട്ടതാണ്. പിന്നെ അത് തിരിച്ച് കൃഷി സ്ഥലത്ത് വരികയാണ്. ഇത് 3 ഉണ്ടായിരുന്നു. പ്രദേശത്ത് ഈ സ്ഥിരമായി കാട്ടാനയുടെ ശല്യം ഉണ്ടെന്നും ഒറ്റയാനാണ് ആക്രമിച്ചതെന്നും ഭാര്യ പറഞ്ഞു. സ്ഥലത്തേക്ക് പോയതല്ല. ആന രാത്രി 12:15 മുതൽ ശല്യം കണ്ടത്തിലേക്ക് ഇറങ്ങി ശല്യം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആട്ടിവിടാൻ ഫോറസ്റ്റുകാരും വാച്ചർമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ 4 തവണ വന്നു കഴിഞ്ഞു. അപ്പോൾ ആട്ടി വിടുമ്പോൾ പോകും, പിന്നെയും വരും. ഓരോ മണിക്കൂർ വെച്ച് 4 പ്രാവശ്യം 4 മണിയാകുമ്പോഴാണ് ശരിക്കും വന്ന്. അപ്പോൾ ഫോറസ്റ്റുകാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏട്ടനും അച്ഛനും കൂടി ആട്ടിവിടാൻ പോയതാണ്. അപ്പോൾ കണ്ടത്തിന്റെ അവിടെ നിന്ന് ആട്ടിവിടുമ്പോഴേക്കും പോയ ആന തിരിച്ചു വന്നിട്ട് ഏട്ടൻ അത് തിരിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ വേജാറിൽ വീണു. ആ വീണതിൽ അടുത്തേക്ക് തന്നെ വന്ന് ഇടുപ്പിന്റെ അവിടെ ചവിട്ട്, കഴുത്തിന്റെ അവിടെ ചവിട്ട്. ശരി, ഇപ്പോൾ പരിക്കേറ്റ വിജയൻ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഏറെക്കുറെ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളടക്കമുള്ളവർ. ഇപ്പോൾ ഈ ആക്രമണം ഇത് എപ്പോഴായിരുന്നു? ഈ പരിക്കേറ്റ് ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില എങ്ങനെയാണ്? സ്ഥിരമായി ആനയുടെ സാന്നിധ്യമൊക്കെയുള്ള ഒരു പ്രദേശമാണോ ഇത്? ലക്ഷ്മി, നമ്മളോടൊപ്പം ഈ വിജയനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛൻ കൂടി ചേരുന്നുണ്ട്. ഇത് എപ്പോഴായിരുന്നു ഈ സംഭവം? ഇത് 4 മണിയാവും. 4 മണിക്ക് നടന്നു. 4 മണിക്ക് ഞങ്ങൾ പോട്ടുമ്പോൾ 3 ആനയിരുന്നു. വന്ന് വാട്ടി പോകുമ്പോൾ പോയി പറഞ്ഞ് അവിടെ പോയത് തിരിച്ച് മുടിക്കിട്ട് പോകുന്നതാണ്. ഇതിവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നതാണോ? സ്ഥിരമായിട്ട് ഇറങ്ങുന്നതാണ്. നിങ്ങളും മകനും കൂടിയാണോ ആന ഓടിക്കാൻ ആടി വന്നത്? ഇത് ഗാർഡുമാരൊക്കെ വന്ന് ഓട്ടിയിട്ട് പോയത് വരിക്കാൻ, പിന്നെ വരിക്കും വന്നു. 2 അവർ വന്നു. അപ്പോൾ ഈ ലാസ്റ്റ് അവരൊക്കെ അങ്ങോട്ട് പോയി, വേറെ കണ്ടത്തിൽ പൊട്ടാൻ പോയപ്പോൾ ഇവർ അവിടെ പോയിട്ട് വരാൻ പറഞ്ഞു പോയി. ഞാൻ നോക്കുമ്പോൾ ബാറ്ററി അടിച്ച് നോക്കുമ്പോൾ 3 നിൽക്കണം. ഞങ്ങൾ 2 അച്ഛനമ്മാനും കൂടി വന്നിട്ട് ഓട്ടിയത് അവിടെ പോയി അവിടെ ഇതാക്കി. അതായത് ഈ സംഭവം നടന്ന ഇവിടെ വെച്ചിട്ട്, ഈ കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടി വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് അവിടെ വെച്ചിട്ട്. അപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല? ആരുമില്ല, ഞങ്ങൾ 2 മാത്രം. ഇത് വനം വകുപ്പിന്റെ ആളുകൾ പിന്നെ അവർ ഓട്ടി വിട്ട് പോയി. വേറെ സ്ഥലത്ത് ഇറങ്ങി പറഞ്ഞിട്ട് അവർ പോയി. വനവകുപ്പ് ഗാർഡ് വരുത്തുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് വന്നത്. വീണ്ടും ഇറങ്ങി എന്ന് പറഞ്ഞിട്ടാണോ? ഞങ്ങൾ വീണ്ടും ഇറങ്ങി പറഞ്ഞ് ഞങ്ങൾ ആട്ടാൻ വന്നു. അത് തന്നെ നടന്നു. 3 ആനയെ അവിടെ കണ്ടെത്തുന്ന കയറ്റിയിട്ട് അങ്ങോട്ട് പോയതാണ്. അതാണ് അവിടെ ആന ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. ആന നിൽക്കണു. അവിടെ ഓടി വന്നതാണ്. അവിടെ ഞങ്ങൾ ബാറ്ററി അടിച്ചപ്പോൾ ആന നിൽക്കുന്നുണ്ട്. ബാറ്ററി അടിച്ചപ്പോൾ ആന ഞങ്ങളെ കണ്ട ഓട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ വീഴ്ത്തി. ഞാനും മിണ്ടാണ്ട് ഓട്ടിക്കൊണ്ട് വന്നു. ഇത് തന്നെ നടന്നത്. ഞങ്ങൾ അവിടെ ഓടിയെടുത്ത് ഓടിയുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നതാണ്. ഇറങ്ങുന്നതാണ്. അങ്ങയുടെ പേര്? രത്നം. സുധലക്ഷ്മി രത്നം, അതായത് വിജയന്റെ അച്ഛനാണ്. അദ്ദേഹവും വിജയും കൂടിയാണ് ആന ഇറങ്ങി എന്ന് പറഞ്ഞ് വീണ്ടും ഈ പ്രദേശത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് കാണാം, ഇവിടെ ഈ വയലിൽ മുഴുവൻ ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. 3 ആനകളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നേരത്തെ ആന ഇറങ്ങി എന്നതറിഞ്ഞ് വനം വകുപ്പ് വന്ന് ആനയെ ഒരു തവണ ഓടിച്ചു വിട്ടു. വീണ്ടും ആന ഇറങ്ങി എന്നറിഞ്ഞതാണ് രത്നവും അദ്ദേഹത്തിൻ്റെ മകൻ വിജയും കൂടി വരികയും ആനയെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തൊട്ടടുത്ത് ഇവിടെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇതിനോട് ചേർന്ന്, ഈ വയലിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയ കാടുണ്ട്. ഈ കാട്ടിൽ വെച്ചിട്ടാണ് വിജയനെ ആക്രമിച്ചത് എന്നതാണ് പറയുന്നത്. കാലിനും അതോടൊപ്പം തന്നെ തോളലിനും പരിക്കേറ്റിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ആദ്യം കൊണ്ടുപോയി, പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വലിയ തോതിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആനശല്യം അതിരൂക്ഷമാണ് എന്ന് തന്നെയാണ്. ആനക്കൂട്ടവും ഒറ്റയാനും എല്ലാം ഇറങ്ങി ധോണി മുതൽ വാളയാർ വരെയുള്ള വിവിധ പ്രദേശങ്ങൾ
പ്രദേശങ്ങളിൽ, ധോണിയിലെ വിവിധ പ്രദേശങ്ങൾ, അതോടൊപ്പം തന്നെ മലമ്പുഴയിലെ വിവിധ പ്രദേശങ്ങൾ, കഞ്ചിക്കോട്, വാളയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുകയും, കാട്ടാന മാത്രമല്ല കാട്ടുപന്നി, പുലി ഉൾപ്പെടെയുള്ള പലവട്ടം പരാതിപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇത് തന്നെയാണോ ഇവിടുത്തുകാർക്കും പറയാനുള്ളത്? സതിലക്ഷ്മി, അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊന്നും പറയാനാവില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ വരികയും അതിനെ ഓടിക്കുകയും ചെയ്തിരുന്നു. ഓടിച്ച് പോയതിനു ശേഷമാണ് ആന വീണ്ടും ഇറങ്ങിയത്. അതുതന്നെയാണ് ഇവിടുത്തെ എപ്പോഴത്തെ ഒരു പ്രതിസന്ധി. RRT അല്ലെങ്കിൽ വനം വകുപ്പിലെ മറ്റു ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ നാട്ടുകാരും കൂടി ചേർന്നാണ് ആനയെ ഓടിക്കുന്നത്. അതിനുശേഷം ആന തൊട്ടടുത്തെല്ലാം വനപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുതന്നെയാണ് ഇതിൽ ഈ ആന വനത്തിലേക്ക് കയറ്റിവിടുന്നു. വനത്തിലേക്ക് കയറ്റിവിട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ വീണ്ടും ആന ഇവിടേക്ക് വരുന്നു. അവിടെ വെച്ച് വീണ്ടും കൃഷി നശിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് അറിയാം, ഈ ദൃശ്യങ്ങളിലേക്ക് ഒന്നും കൂടി പോകാം. ഇവിടെ കണ്ടില്ലേ, അതായത് കൊയ്യാറായ പാടമാണ്. കൊയ്യാറായ പാടത്തിൻ്റെ ഏറെക്കുറെ കാൽ ഭാഗത്തോളം പൂർണ്ണമായും ആന ചവിട്ടി നശിപ്പിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയും. ഇത് തന്നെയാണ് ഈ ധോണി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ധോണി മുതൽ വാളയാർ വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ മലയോര മേഖലയോട് ചേർന്ന് കിടക്കുന്ന വയൽ പ്രദേശങ്ങളിലെല്ലാം ഇതിപ്പോൾ ഒരു നിത്യ കാഴ്ചയാണ്. രാത്രി കാവൽ നിൽക്കുകയാണ് കർഷകർ. അവർ ഒന്ന് കണ്ണ് മയങ്ങിയാൽ വീണ്ടും വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുതന്നെ ഈ വനംവകുപ്പ് ഇന്നലെ ഓടിച്ചു വിട്ടു. അദ്ദേഹം പറഞ്ഞ പോലെ വനംവകുപ്പ് ഓടിച്ചു വിട്ട് വീണ്ടും കാട്ടാന ഇറങ്ങിയപ്പം കർഷകർ അവിടെ വരുന്ന സമയത്താണ് ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുന്നതും ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നലെ ധോണിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ട് ധോണിയിൽ ജനകീയ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ധോണിയിൽ അവർ ജനകീയ സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള മാസ് പെറ്റീഷൻ എല്ലാം നൽകി ഘട്ടം ഘട്ടമായി സമരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള സമരങ്ങൾ ആ പ്രദേശങ്ങളിൽ ഉണ്ടാകും. ഈ പ്രദേശങ്ങളിലെല്ലാം ഇതിന് സമാനമായിട്ടുള്ള ജനകീയ കൂട്ടായ്മകളും സമരങ്ങളും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും പറയുന്നത് പോലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നു, അവരുടെ ജീവൻ അപകടമുണ്ടാകുന്നു, അവർ ഇത്തരത്തിൽ പരിക്കേൽക്കുന്നു. കർഷകർക്ക് അവരുടെ കൃഷിയും ജീവനും എല്ലാം ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എത്ര വന്യമൃഗങ്ങൾ, കാട്ടാന, കാട്ടുപന്നി, പുലി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ശല്യം കാരണം തന്നെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. സത്യം പ്രസാദ്, അങ്ങനെ തന്നെയാണ്. ഈ കാടുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ കഷ്ടമാണ്. ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ ഇറങ്ങി ഈ കൃഷി നശിപ്പിക്കുന്നു, മനുഷ്യ ജീവനുകൾ അപഹരിക്കുന്നു. പുലി, കടുവ, പന്നി, ആന, കരടി തുടങ്ങി ഇനി ഇറങ്ങാൻ ജന്തുക്കളൊന്നുമില്ല. എല്ലാ മൃഗങ്ങളും കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. അതിനോട് പോരാടി ജീവിതം കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ വാളയാർ സ്വദേശി വിജയന് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന വിവരമാണ് പ്രേക്ഷകരിലേക്ക് പ്രസാദ് ഉറുമ്പശ്ശേരി പാലക്കാട് നിന്നെത്തിച്ചത്.